ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പം എല്ലാ മീഡിയയിലായാലും ഫേസ്ബുക്ക് എല്ലാ മീഡിയയിലായി കഴിഞ്ഞാൽ, ന്യൂസിലായി കഴിഞ്ഞാൽ എല്ലാത്തിലും ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യം പറയുന്നുണ്ട്. ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ മക്കളെ, ഒരു പെൺകുട്ടി അവളുടെ ഇഷ്ടപ്രകാരം അല്ലാതെയാണ് ഒരു ആണിൻ്റെ ഒന്നിച്ച് പോയി അവളെ ഉപദ്രവിക്കുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവളെ ബലാത്സംഗം ചെയ്തതാണെന്ന് പറയാം, ഇല്ലേ? അല്ലാതെ പല പ്രാവശ്യം ഒരാളൊന്നിച്ച് പോയത് എങ്ങനെ ബലാത്സംഗമാവുന്നത്? ഇപ്പം ഞാനൊരു പെണ്ണാണ്, എനിക്കിപ്പോൾ ഇഷ്ടമല്ലാത്ത ഒരാളൊന്നിച്ച് എനിക്കൊരിക്കലും എന്നാ പറയണേ, ഞാൻ വിചാരിക്കാതെ എനിക്ക് പോകാൻ പറ്റില്ല. എനിക്ക് നോ എന്ന് പറയുന്ന കാര്യം എനിക്ക് ചെയ്യാൻ പറ്റൂല. എനിക്ക് യെസ് തോന്നുന്ന കാര്യം എനിക്ക് ചെയ്യും. പിന്നെ യെസ് എന്ന് തോന്നുന്ന കാര്യം ചെയ്ത് കഴിഞ്ഞിട്ട് മൂങ്ങിയിട്ട് കാര്യമുണ്ടാ? ഇല്ലല്ല. പിന്നെ ഒരാൾ മെസ്സേജ് അയക്കുമ്പോൾ, ഇപ്പം ഞാനും ഒരു വിധത്തിലെല്ലാം ടിക്ടോക്ക്, ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് ഇതെല്ലാം ഞാനും ഒരുപാട് യൂസ് ചെയ്യുന്ന ഒരാളാണ്. നമ്മളിതിലേക്ക് ഒരു ബാഡ് ആയിട്ടുള്ള ഒരു മെസ്സേജ് വരുന്നുണ്ടെങ്കിൽ കാണുമ്പോൾ തന്നെ അതങ്ങ് മെസ്സേജ് ബ്ലോക്ക് ചെയ്യാം. അതിന് റീപ്ലൈ കൊടുക്കാനോ അതിന് ദേഷ്യം വരാനോ ആക്കാനോ എന്തിനാ നിൽക്കുന്നത്? എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് അയ്യോ ഞാനൊന്നും ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ കേസ് കൊടുക്കാനും ആക്കാനും പോകുന്ന വെറും വൃത്തികെട്ട പരിപാടിയാണ്. അവനവന്റെ പല്ലിൽ തോണ്ടി നാറ്റിച്ചു എന്ന് പറയുന്ന കേസാണ്. അയാളെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നതല്ല, പക്ഷെ ഒരു പെൺകുട്ടി എന്നുള്ള നിലയിൽ ഞാൻ പറയുന്നതാണ്. നമ്മുടെ സുരക്ഷിതത്വം നമ്മൾ തന്നെ നോക്കണം. പല ആൾക്കാരും പല രീതിയിലും പലതും പറഞ്ഞിട്ട് നമ്മളെ അടുത്തേക്ക് വരും. പക്ഷെ അതിലേത് നമുക്ക് തോന്നുന്നതോ അത് ചെയ്യുമ്പം, അത് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അതിൽ ഒരു ഉളുപ്പും ഇല്ലാതെ അതിൽ വന്നിട്ട് എന്നെ അങ്ങനെ ചെയ്തു എന്ന് പറയുന്നതിൽ ഒരു കാര്യമില്ല. ചെയ്യുന്നതിന് മുമ്പേ ആണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതെന്തുകൊണ്ട് ചിന്തിക്കാതിരുന്നത്? ഏത് പെൺപിള്ളേരെ ആയിക്കഴിഞ്ഞാൽ എന്തുകൊണ്ട് ഈ പെൺപിള്ളേരെ മാത്രം എല്ലാവരും ഒരു സേഫ് സോണിൽ വെക്കുന്നത്? ആ സേഫ് സോണിൽ വെക്കുന്നത് കൊണ്ടാണ് ഇവർ പിന്നെയും ഇങ്ങനെ കേസ് കൊടുത്തിട്ട് ഓരോരോ ആൾക്കാരും നാറ്റിക്കുന്നത്. ഇന്ന് ഞാൻ കണ്ടു സുരേഷ് ഗോപി സാറ് പറഞ്ഞത്, കുട്ടി എൻ്റെ വീട്ടിലെ ഒരു മകളാണെന്ന്. എൻ്റെ സാറേ, ഒരു പെണ്ണ് കല്യാണം കഴിഞ്ഞിട്ട്, ഇത് കേസ് എന്താണെന്നറിയാമോ? കല്യാണം കഴിഞ്ഞ് ഭർത്താവ് ഉപേക്ഷിച്ച ഒരു പെണ്ണ് ഈ രാഹുൽ എന്ന് പറയുന്ന വ്യക്തിന്റെ കൂടെ പോയി അവിഹിതത്തിൽ പോയി ഗർഭം ഉണ്ടാക്കിയെന്നാണ്. അങ്ങനെ ഒരു കുട്ടി നിങ്ങളുടെ വീട്ടിലുണ്ടോ? ഉണ്ടാവുമോ? ആ ഉണ്ടെങ്കിൽ തന്നെ അത് നല്ലൊരു പ്രവൃത്തിയാണോ? ഒരു പെൺകുട്ടി ചെയ്യുന്ന നല്ലൊരു പ്രവൃത്തിയാണോ? ഇങ്ങനെയൊക്കെ പറയുമ്പോൾ കേട്ട് നിൽക്കുമ്പോൾ പ്രതികരിക്കാതിരിക്കാൻ വയ്യ. പക്ഷെ ഞാനൊരു പെൺകുട്ടി ആയതുകൊണ്ട് പറയുന്നതാണ്. എനിക്ക് രണ്ട് ഭാഗത്തും തെറ്റുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു പെൺകുട്ടിയുടെ അഭിപ്രായം തന്നെയായിരിക്കും ഒട്ടുമിക്ക ആൾക്കാർക്ക് ഉണ്ടാവില്ലെന്ന് എനിക്കറിയാം. പക്ഷേ പാർട്ടി ബേസ് ആയതുകൊണ്ട്, അയാൾ നല്ല പാർട്ടിക്കാരനായതുകൊണ്ട്, എതിർ പാർട്ടികൾ രണ്ടെണ്ണം വേറെ കിടക്കുന്നത് കൊണ്ടും ഒരു വിധത്തിൽ നല്ല വിധത്തിൽ എന്താ പറയണ്ടേ ഷൂന്നങ്ങ് പോകുന്നുണ്ട്. അയാൾ ഒളിവിൽ താമസിക്കുകയും ആക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ആ പുള്ളിക്കാരൻ അത്ര നല്ലതൊന്നല്ല. പക്ഷെ നല്ലതല്ല എന്നുള്ളത് നമുക്കൊരാൾ മെസ്സേജ് ആക്കുമ്പോൾ ഒരാൾ നല്ലതോ മോശമെന്നോ നമുക്ക് മനസ്സിലാക്കാൻ അത്ര വലിയ സമയമൊന്നും വേണ്ട. അതിന് നിന്ന് കൊടുത്തത് എന്തിനാ? ആ ഒരു ക്വസ്റ്റ്യൻ മാർക്കിന് ആരും ഇവിടെ ഒരു ചോദ്യവും ഇല്ല, പറച്ചിലും ഇല്ല. അതാണ് ഇവിടെ. എനിക്കിന്ന് സുരേഷ് ഗോപി സാറിന്റെ ആ ഒരു ഇതും കൂടി കേട്ടപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു അഭിപ്രായം, എൻ്റെ അഭിപ്രായമായിക്കെ പറയണം തോന്നി. ഞാൻ പറഞ്ഞു, ഇതിലാരും പൊങ്കാലയിടാനൊന്നും വരണ്ട. ഇത് തന്നെയാണ് സത്യം. നമ്മൾ വിചാരിക്കാതെ നമ്മൾ ഒരാൾ മോശമാക്കാനോ നമ്മൾ ഒരു രോമത്ത് തൊടാൻ പോലും ഒരാൾക്കും പറ്റൂല. ഏത് പെൺകുട്ടിക്കായാലും അത് ഞാൻ ഈ പറയുന്ന കാര്യം ഉറപ്പായിട്ടും എൻ്റെ ഭാഗത്ത് നിന്നിട്ട് പറയാം. നമ്മൾ ഒരു സാഹചര്യം കൊടുത്താൽ മാത്രമേ അവർ നമ്മളെ അടുത്തേക്ക് വരുള്ളൂ, അല്ലാതെ അവർ വരില്ല. ഉറപ്പാണ്.